ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും AVZ സോറോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും മൈൻക്രാഫ്റ്റ് സർവൈവൽ ലെറ്റ്സ് പ്ലേയുടെ 4ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പിന്നെ അതിൻ്റെ ഈ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലോട്ട് പോകാനും. ഇങ്ങനെ വന്ന് നമ്മുടെ ഫാം ഇത് വലുതാകുന്നതനുസരിച്ച് ഞാനത് കുറച്ച് ഫില്ല് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാനെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ നല്ലൊരു പാത്ത്. നമുക്ക് വെള്ളം എടുക്കണമെങ്കിലോ ഈ സ്നോ എടുക്കണമെങ്കിലോ വല്ലതൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതാണ് സുഖം. നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് പോലെ സ്റ്റെയർ റെഡിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കതിൻ്റെ പണിയിലോട്ട് പോകാം. എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ 4 ബ്ലോക്ക് പറഞ്ഞ പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്തുകൊണ്ട് വരാം. നമുക്ക് ഇങ്ങനെ ഒരു ലെയർ അപ്പോൾ ഈ വെക്കുന്ന മൊത്തം കാണിച്ച് നിങ്ങളെ ഞാൻ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഒരുവിധം തീരാറാകുമ്പോൾ നിങ്ങളെ ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരുവിധം ബിൽഡ് ചെയ്ത് താഴെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെയൊക്കെ ഫെൻസും ഒക്കെ വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മരമൊക്കെ കിട്ടിയിട്ട് ബാക്കി നമുക്കത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ. ഇപ്പം എന്തായാലും ഇത്ര ഇങ്ങനെ നമുക്ക് താഴോട്ട് വരാനും കയറി പോകാനും ചൂട് എളുപ്പമായി. നമ്മളിവിടെ ഫാം റെഡിയാക്കി, അതിന് പാത്ത് റെഡിയാക്കി. ഇനി നമ്മളെ സ്റ്റെയറിനൊക്കെ നമുക്ക് ലൈറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഞാൻ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് വളർന്നപ്പം. അതങ്ങനെ കംപ്ലീറ്റ്. നമുക്കപ്പോൾ അടുത്ത ദിവസത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്രീഡർ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഉടൻ തന്നെ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. കാര്യം ഈ അയൺ നല്ല ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. നമുക്കിപ്പം നമ്മുടെ ഇപ്പിനി ആകെ 5 അയണേ ഉള്ളൂ. നമുക്കിനി അയണിൻ്റെ നല്ല ആവശ്യമുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ 28 ദിവസത്തോളം ആവുന്ന ഈ വേൾഡിൽ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ വേറെ നമുക്ക് ആ കേവിൽ പോയി കുറച്ച് അയൺ കൂടെ മൈൻ ചെയ്തിട്ട് വരാം. അവിടെ ഒരു കേവ് ഉണ്ട്. ഇവിടെ കുറച്ച് കോളും ഉണ്ട്, നമുക്കതൊക്കെ എടുക്കാം. ആയ
തറയുണ്ട്, തറയിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇത് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഈ കേവിനകത്തോട്ട് നല്ലപോലെ വരാം. ഒഴുകി കുറച്ച് കോളോട് എടുത്തിട്ട് അങ്ങ് പോവാം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ കോള് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ കൂടെ തന്നെ മേലോട്ട് കയറിപ്പോൾ. അപ്പോൾ ഗായ്സ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. അപ്പോൾ നാളെ തന്നെ നമ്മൾ എന്തായാലും ഒരു ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. ബ്രീഡർ ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഷീപ്പ് ഫാം ഉണ്ടാകും. എന്നാലേ വൂൾ വെച്ച് ബെഡ് നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ട് നമുക്ക് നാളെ തന്നെ പറ്റുന്ന സെറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. അപ്പം വീഡിയോ വന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.